എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ശക്തമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു ന്യൂസാണ് നിക്കോളാസ് ലോഡേറോ എന്നൊരു താരം അഡ്രിയാൻ ലൂണക്ക് പകരമായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് അഡ്രിയാൻ ലൂണ വേഴ്സസ് നിക്കോളാസ് ലോഡേറോ കമ്പാരിസൺ വീഡിയോ. അതെ, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് താരങ്ങളെയും കമ്പാരിസൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. FM 2021 വേർഷനിലെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് നമ്മൾ ഈ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത്. ഒന്നോർക്കുക, 2021 ലൂണയ്ക്ക് 28 വയസ്സ് പ്രായവും നിക്കോളസിന് 31 വയസ്സ് പ്രായവുമാണുള്ളത്. അഡ്രിയാൻ ലൂണ മെയിൻ ആയിട്ട് കളിക്കുന്ന പൊസിഷനാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അത് കൂടാതെ തന്നെ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും താരം കളിക്കാറുണ്ട്. നിക്കോളസിലേക്ക് വരുമ്പോൾ താരം കളിക്കുന്ന പൊസിഷനും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. കൂടാതെ താരത്തിന് റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും കളിച്ചുള്ള പരിചയ സമ്പത്തുമുണ്ട്. ഇനി നമ്മൾ കമ്പാരിസണിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് എബിലിറ്റിയാണ്. 137 എബിലിറ്റി നിക്കോളാസിനും 112 എബിലിറ്റി ലൂണക്കുമാണ് കാണിക്കുന്നത്. പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 145 നിക്കോളാസിനും 125 ലൂണക്കുമാണ് കാണിക്കുന്നത്. അറ്റാക്കിംഗിൽ 13 ലൂണക്കും 14 നിക്കോളാസിനും. ഡിഫെൻഡിംഗിലേക്ക് വരുമ്പോൾ 9 നിക്കോളാസിനും 7 ലൂണക്കും. ടെക്നിക്കലിലേക്ക് വരുമ്പോൾ രണ്ട് താരങ്ങൾക്കും 14 ആണ്. മെന്റലിലേക്ക് നോക്കുമ്പോൾ 12 നിക്കോളാസിനും 10 ലൂണക്കും. ഫിസിക്കലിലേക്ക് നോക്കുമ്പോൾ 13 നിക്കോളാസിനും 10 ലൂണക്കും. ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ ഒരു സംഭവമാണ് സ്പീഡ് എന്നുള്ളത്. സ്പീഡിൽ നിക്കോളാസും ലൂണക്കും 14 ആണ്. ഇനി നമുക്ക് രണ്ടുപേരുടെയും ടെക്നിക്കൽ പരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. കോർണർ, ക്രോസിംഗ്, ഫിനിഷിംഗ്, ഹെഡിങ്, ലോങ് ഷോട്ട്, പാസിംഗ്, ടാക്ലിംഗ് എന്നിവയിൽ മുന്നിട്ട് നിൽക്കുന്നത് നിക്കോളാസ് ആണ്. ഫസ്റ്റ് ടച്ച്, ലോങ് ത്രോ എന്നിവയിൽ മാത്രമാണ് അഡ്രിയാൻ ലൂണ മുന്നിട്ട് നിൽക്കുന്നത്. മാർക്കിങ്ങിലും പെനാൽറ്റിയിലും ടാക്ലിംഗിലും ഫ്രീ കിക്കിലും ഡ്രിബിളിംഗിലും എല്ലാം ഈ രണ്ട് താരങ്ങളും ഒന്നിച്ചാണ് നിൽക്കുന്നത്. മെന്റൽ പരമായ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അഗ്രഷൻ, ഫ്ലെയർ, പൊസിഷനിങ് എന്നിവയിൽ ലൂണ മുന്നിട്ട് നിൽക്കുമ്പോൾ ബ്രൈവറി, കോൺസെൻട്രേഷൻ, ഡിസിഷൻ, ഡിറ്റർമിനേഷൻ, ലീഡർഷിപ്പ്, ടീം വർക്ക്, വിഷന്, വർക്ക് റൈറ്റ് എന്നിവയിൽ മുന്നിട്ട് നിൽക്കുന്നത് നിക്കോളാസ് ആണ്. ഇനി ഫിസിക്കൽ പരമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എജിലിറ്റിയിൽ മാത്രമാണ് ലൂണ മുന്നിട്ട് നിൽക്കുന്നത്. ബാലൻസിംഗിലും ജമ്പിംഗ് റീച്ചിങ്ങിലും നാച്ചുറൽ ഫിറ്റ്നസിലും പേസിലും സ്റ്റാമിനയിലും സ്ട്രെങ്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് നിക്കോളാസ് ആണ്. ഫിസിക്കൽ പരമായ കാര്യങ്ങളിൽ ആക്സിലറേഷനിൽ മാത്രമാണ് രണ്ട് താരങ്ങളും ഒരേപോലെ ഉള്ളത്. അപ്പോ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിക്കോളാസ് തന്നെയാണ് മുൻപന്തിയിലുള്ളത്. പക്ഷേ നിലവിൽ നിക്കോളാസിനും ലൂണക്കും വയസ്സ് കൂടിയിട്ടുണ്ട്. ഇത് 2021 കണക്കാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. പിന്നെ ലൂണക്ക് പകരം ലൂണ തന്നെ ആവുകയുള്ളൂ എന്നുള്ളതും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC നിക്കോളാസ് ലോഡേറോ എന്ന ഈ ഒരു ഉറുഗ്വൻ താരത്തിന് ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ താരം ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. ലൂണയുടെ ഉറ്റ സുഹൃത്തും സഹതാരവുമായിരുന്ന അൽവാരോ വാസ്കസ് ലൂണയുടെ പരിക്കിനെ തുടർന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരാധകർ നിന്നെ മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പരിക്കിനെ തുടർന്നുകൊണ്ട് അൽവാരോ വാസ്കസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പാരിസനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.